ആര്യപുത്ര, ഈ തപോവനത്തിലെ വനകന്യകയെ പറയൂ. ഒന്ന് പറയണം ചേച്ചി, ഈ തപോവന ഭൂവിലെ വനകന്യക. ഇവരെ ഡയലോഗ് പഠിപ്പിക്കാൻ ഞങ്ങളെ പറ്റത്തില്ല. ഹേമമാലിനി ധർമ്മേന്ദ്ര എന്ന് പറഞ്ഞ് ഓരോന്നിനെ വിളിച്ചോണ്ടിരും. ഇതിന്റെയൊക്കെ കോപ്രായം കണ്ട നാട്ടുകാർ നമ്മളെ സ്റ്റേജിൽ കയറി തല്ലും. ഉള്ളി തൊലിക്കുമ്പോഴല്ലേ ഒന്നുമില്ലെന്ന് മനസ്സിലാവും. ഇനി തൊഴിക്കണ്ട. ഇനി 10 ദിവസമേ ഉള്ളൂ നാടകത്തിന്. ഇവിടുമാരെ വെച്ച് നമ്മൾ എന്തോ ചെയ്യും? ഇതിനു മുമ്പ് ഒരു പ്രതിസന്ധി വന്നപ്പോ ഞാനല്ലേ സോൾവ് ചെയ്ത്. നീ ശൗന്ദര്യയുടെ കാര്യം എനിക്ക് വിട്ടേരെ. നേരെ നാടകം കളിക്കാൻ നീ സ്റ്റേജിലോട്ട് വാ, നമ്മുടെ നാടകം കലക്കും. അപ്പൊ ഡയലോഗ് ആര് പറഞ്ഞു കൊടുക്കും? ഞാനല്ലേ കണ്ണു അവിടെ തന്ത, ഞാൻ പറഞ്ഞു കൊടുക്കും. ഞാൻ പ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയമാണ്. ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ എന്റെ അമ്മയാണ് സത്യം. അത് സംഭവിക്കും. അലക്സ് കുട്ടിക്ക് എന്നെ വിശ്വാസമില്ലേ? എന്നാ പോ. ഇവളുമാര് എന്നെയും കൊണ്ട് പോ. ശ്രീമോളെ, മോള് മേസ്ത്രിയുടെ ഭീഷ്മ ശപഥം കേട്ടല്ലോ, ചതിക്കരുത്. ഞാൻ പറഞ്ഞതാ. പക്ഷേ എന്നെ കണ്ട അലക്സ് അഭിനയിക്കൂ? അതിനെപ്പറ്റി മോള് വിഷമിക്കണ്ട. അവൻ അഭിനയിച്ചില്ലെങ്കിൽ അവന്റെ അപ്പം പാപ്പാൻ സ്റ്റേജിൽ കയറുമെന്ന് അഭിനയിക്കും. അതല്ല പ്രശ്നം. മോള് നാടകത്തിന് എങ്ങനെ എത്തും? വീട്ടിൽ സമ്മതിക്കുവോ? അതിന് മേസ്ത്രി വിഷമിക്കണ്ട. ഞാൻ മാർഗം കണ്ടിട്ടുണ്ട്. എന്താ മോളെ? എന്താ എന്ത് പറ്റി? ഞാൻ നമ്മുടെ ശാരദാന്റെ സ്വപ്നം കണ്ടു. ഞാനും ശാരദാന്റെയും കൂടി അമ്പലത്തിൽ പോവായിരുന്നു. പെട്ടെന്ന് ശാരദാന്റെ ആകാശത്തിലേക്ക് ഉയർന്നു പോയി. ഞാൻ ഒറ്റയ്ക്കായി. അച്ഛ എനിക്ക് ഇപ്പൊ ആന്റിയെ കാണണം അച്ഛ. അതിനിപ്പോ ഓപ്പോളങ്ങ് ആലുവയിലല്ലേ മോളെ? എന്തായാലും ശരി, എനിക്ക് കാണണം പ്ലീസ്. എന്നാൽ ലക്ഷ്മിയും കൂട്ടി ശ്രീമോള് നാളെ തന്നെ നാട്ടിലേക്ക് പോട്ടെ. ഇവള് പോയാൽ ഇവിടുത്തെ കാര്യങ്ങൾ ആരും നോക്കും? വേണ്ട അച്ഛാ, ഞാൻ നാൻസിയും കൂട്ടി പോയിക്കോളാം. ശലകുന്തള എത്തിയിട്ടോ? ആശ്വാസമായി. ഞാൻ സംസാരിച്ചിരിക്കാൻ സമയമില്ല. വേഗം പോയി മേക്കപ്പെട്. വേഗം ഒന്ന് വേഗം ചെന്ന് മേക്കപ്പെട്. ശകുന്തള വന്നോ? വരും. ഒരു റൗണ്ട് കൂടി അമ്പ് ചെയ്തിട്ട് വാ. ശകുന്തള ഇപ്പൊ വരും. അവിടെ കുതിര ഓടിച്ചോണ്ടിരിക്കുക. ഇങ്ങോട്ട് ദേവി, വേഗം റെഡിയാവൂ. അവിടെ കുതിര. ഹലോ അങ്കിൾ, ഇത് നാൻസിയാണ്. ശ്രീദേവി എന്ന് വിളിക്കൂ. മോള് ശ്രീദേവിയോടെ പോയില്ലേ? എവിടെ? ഞാൻ അങ്ങോട്ട് വരാം. ഡയലോഗ് ഓർമ്മയുണ്ടല്ലോ? ഏത്? രക്ഷിക്കണേ രക്ഷിക്കണേ, ഈ വണ്ടി എന്നെ വിട്ട് മാറുന്നില്ലേ? വണ്ട എന്നെ വിട്ട് മാറുന്നില്ലല്ലോ. ഗ്രാൻഡ് മദറിന്റെ അസുഖമായിട്ട് പെട്ടെന്ന് എനിക്ക് നാട്ടിൽ പോകേണ്ടി വന്നു. പോകുമ്പോ ശ്രീദേവിയെ കാണാനും പറ്റിയില്ല. ഞാൻ ഇന്ന് എത്തിയതേ ഉള്ളൂ. അപ്പോ പിന്നെ അവൾ എവിടെ പോയിരിക്കും? അല്ല, ആലുവയില്. അവിടെ എത്തിയിട്ടില്ല. ഇനി മറ്റേതെങ്കിലും കൂട്ടുകാരികളുടെ കൂടെ? അലക്സിന്റെ നാടകത്തിൽ അഭിനയിക്കുന്ന കാര്യം ഒരിക്കൽ എന്നോട്. ഏത് അലക്സ്? സാംസ് ഗാരേജിൽ അലക്സ്. അലക്സ്? അയ്യോ, രക്ഷിക്കണേ രക്ഷിക്കണേ, ഈ വണ്ട് എന്നെ വിട്ട് മാറാതെ. തോഴിമാരെ ഓടി വരൂ. ഡയലോഗ് ആരോ നീ കാനാന. ഇങ്ങനെ ബഹളം വെക്കാതെ, അത് ഭാവാഭിനയ. ഭാവാഭിനയം കഴിഞ്ഞിട്ട് ഡയലോഗ് പറയും. ഭാവാഭിനയില്ലെന്ന് ശ്രീദേവിയെ കണ്ട ഷോക്കാ. ആര് നീ? ഈ കാനന ഭൂവിൽ അപ്സരസോ വനദേവതയോ? അലക്സ് നാളെ രാവിലെ എത്തും. എവിടെയാ നാടകം? പാലക്കാട്. ശ്രീദേവി ശകുന്തളയായിട്ട് കലക്കി. അലക്സ് കുട്ടി തന്നെയല്ലേ ശകുന്തളയെ കൊണ്ടുവന്ന്.
രണ്ടുപേരും കൂടിയുള്ള ഒരു അഭിനയം എന്തുവായിരുന്നു? എന്തൊരു അഭിനയമായിരുന്നു. ഒരഭിനയം വേണ്ട. എന്നാലും ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് അഭിനയിച്ചിട്ടും അലക്സ് ഒരു നല്ല വാക്ക് പോലും പറയാതെ ദേഷ്യപ്പെട്ടില്ലേ? നിങ്ങളൊക്കെയല്ലേ പറഞ്ഞത് നാടകം കളിച്ചു കഴിഞ്ഞാ അലക്സിന് എന്നോട് ഇഷ്ടമാവൂന്ന്. എന്നിട്ടിപ്പോ മോള് വിഷമിക്കാതെ. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അലക്സ് അങ്ങനെ വല്ലതും പിന്നെ പെട്ടെന്നൊരു ദേഷ്യത്തിലല്ല. ഇങ്ങനെയുണ്ടോ ഒരു നാടകം കളി? നാടകം എന്ന് വെച്ചാൽ വെറും അഭിനയമാണ്. അല്ല ദേഹത്ത് കയറി പിടിച്ചിങ്ങനെ അങ്ങനെയല്ല അഭിനയിക്കേണ്ടത്. ഓരോ കള്ളം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി വരും. നാളെ ഇതൊക്കെ അറിഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ആര് സമാധാനം പറയും? ഞാൻ ശാരദാന്റിയുടെ വീട്ടിൽ പോയിന്ന് കരുതിക്കോളും. ആന്റിയുടെ വീട്ടിൽ പോയിന്ന് അവിടെ എത്തിയിട്ടില്ലെന്നറിഞ്ഞ അലക്സ് കുട്ടി, നീ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് അവളെ കരയിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് നിന്ന് വിടാൻ നോക്ക്. സമയമായി. ഓ ഓ ഇയാളുടെ ഹൃദയം കല്ലാണ്. എത്ര നാളായി ഞാൻ പുറകെ നടക്കുന്നു. എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നു പാവം. അയാളുടെ മുഖം നോക്ക്. വാ തുറന്നാ മുത്തു കൊഴിയോ? ഇപ്പൊ വല്ലതും കയറി സംസാരിച്ചാൽ പ്രേമമാണെന്ന് പറഞ്ഞു കയറി ഒട്ടും. അയ്യോ വേണ്ട. എങ്ങനെ അയാളെ കൊണ്ടൊന്ന് മിണ്ടിക്കുന്നേ? അലക്സ്, എനിക്ക് മിണ്ടായിരിക്കുന്നുണ്ടോ? വാതോർന്നല്ല പറ. എനിക്ക് വിശക്കുന്നു. വിശക്കാൻ കണ്ട സമയം കിടന്നുറങ്ങു വച്ചേ. ഇതെപ്പോ തീരും? അവലക്ഷണം പിടിച്ചതിനൊക്കെ വണ്ടി കയറ്റിയ ഇതുപോലെ ഇരിക്കും. ശരിയാവുമ്പോ ശരിയാവും. ഏറിയപ്പോഴേ വിചാരിച്ച വണ്ടി കയറ്റിയാവുന്നു. നല്ല മെക്കാനിക്. അറിയാവുന്ന വല്ലവരും വിളിക്കുന്നതാ നല്ലത്. എന്താ കേട്ടില്ല? കേട്ടില്ലേ? ആ. സമാധാനമായി. സമാധാനായ ശാരദാന്റിക്ക് സുഖമില്ലല്ലേ? കേരള വേണ്ടിയില്ലേ? ഹലോ ഹലോ. ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് വിചാരിച്ചോ? ആരാ നിങ്ങളാരാ? അല്ല നിങ്ങളാരാ? ചേട്ടാ, ഇതാ അലക്സ്. ഓ ഹലോ. ഐ ആം അലക്സ്. സാം അലക്സാണ്ടർ. നിനക്ക് നാടകം കളിക്കാൻ എന്റെ അടുത്ത് അല്ല, നിങ്ങൾ കാര്യം അറിയാതെ മനസ്സിലാക്കി. എന്തൊന്ന് മനസ്സിലാക്കാൻ? അലക്സ് ഒന്നും ചെയ്തിട്ടില്ല. ആരാണ് നിന്റെ അലക്സ്? എന്താണ് നിന്റെ കണ്ണോട്ടുള്ള ബന്ധം? അലക്സിനെ എനിക്ക് ഇഷ്ടമാണ്. വാടി ഇവിടെ. ഞാൻ പറയുന്നത് നടക്കണി. നമുക്ക് ഇഷ്ടപ്പെടാൻ കണ്ട ഒരുത്തൻ. അപ്പൊ എനിക്കും ഇഷ്ടമാണെങ്കിലോ? എനിക്കിഷ്ടമാണ്.